السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في الله حق جهادي وعبدت ربك حتى أتاك اليقين، فجزاك الله عنا أفضل وأكمل وأطيب وأحسن وأجزل ما جزى به نبيا عن أمته يا خير خلق الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. صدق الله العلي العظيم. وقال نبينا وسيدنا محمد صلى الله عليه وسلم: أفضل ما قلت والنبيون قبلي لا إله إلا الله، أو كما قال رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനവും സ്നേഹവുമുള്ള ബഹുമാനപ്പെട്ട ഷെയ്ഖുന വില്യാപ്പള്ളി ഉസ്താദ്, മറ്റ് സാദാതീങ്ങൾ, പണ്ഡിതന്മാർ, മുഅല്ലിം പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, മുഅല്ലിം ഉസ്താദുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു മഹത്തായ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സമസ്തയുടെ ആദർശം എന്ന വിഷയമാണ് ഇവിടെ എനിക്ക് തന്നിട്ടുള്ളത്. സുദീർഘമായി വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയം ഇല്ല, ചുരുങ്ങിയ സമയം മാത്രമാണ്. അതുകൊണ്ട് ആ പരിമിതമായ സമയത്തിൽ ഒതുങ്ങി 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അവൻ പൊരുത്തപ്പെട്ടത് മാത്രം പറയുവാനും കേൾക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മഹത്തായ സംഘടന രൂപീകരിച്ചതിന്റെ ലക്ഷ്യവും ഉദ്ദേശവും നമുക്കൊക്കെ അറിയാം. 1916 ഈജിപ്തിൽ നിന്ന് ഒരു അറബി കേരളത്തിലെ കൊടുങ്ങല്ലൂരിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് കച്ചവടത്തിന്റെ ആവശ്യമായി ഒരു മുതലാളിയുടെ വീട്ടിലേക്ക് വരികയാണ്.
ആ വരുന്ന സമയത്ത് ഈ ഈജിപ്തുകാരനായ മനുഷ്യന്റെ കയ്യിൽ ഈജിപ്തിലെ എഴുത്തുകാരനും വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനുമായിരുന്ന ഇബ്നു അബ്ദുൽ വഹാബിന്റെ അൽമനാർ എന്ന് പറയുന്ന മാസിക അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു. അതിന്റെ കോപ്പികൾ ഉണ്ടായിരുന്നു. ഈജിപ്തുകാരനായ ഒരു അറബിയായ മനുഷ്യൻ കേരളത്തിലെ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ അറബിയായ മനുഷ്യനെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഈജിപ്തിലെ അറബിയുമായി ബന്ധപ്പെടുകയും അദ്ദേഹം അവിടുന്ന് പിരിയുമ്പോൾ തന്റെ കൈവശമുണ്ടായിരുന്ന അൽമനാർ എന്ന് പറയുന്ന മാസികയുടെ കോപ്പികൾ ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ അൽമനാർ മാസിക വായിച്ച് അദ്ദേഹം വഹാബിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആശയത്തിലേക്ക് ആകർഷനാവുകയാണ്. അങ്ങനെ വീണ്ടും അൽമനാറിന്റെ കോപ്പികൾ പോസ്റ്റിലൂടെ വരുത്തുകയും അദ്ദേഹം പരിപൂർണമായൊരു വഹാബിയായി മാറുകയും ചെയ്തു. അങ്ങനെ 1920കളിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി അൽമനാറിലൂടെ പഠിച്ചെടുത്ത ഈ പുതിയ ആശയങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശങ്ങളിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും 1921 കൊടുങ്ങല്ലൂരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുകയാണ്. ആദ്യമായി ആ സംഘടനയുടെ പേര് നിഷ്പക്ഷ സംഘം എന്തായിരുന്നു. ഒരു വർഷം കഴിയുമ്പോഴേക്ക് നിഷ്പക്ഷ സംഘം എന്ന പേര് മാറ്റി മുസ്ലിം ഐക്യ സംഘം എന്ന് പേര് മാറ്റുകയാണ്. വീണ്ടും അതിന്റെ പേര് ആദ്യം നിഷ്പക്ഷ സംഘം എന്നാക്കുകയും പിന്നീട് മുസ്ലിം ഐക്യ സംഘമായി മാറ്റുകയും മൂന്നാമതായി അദ്ദേഹം കുറെ മൗലവിമാരെ കൂട്ടി കേരള ജംഇയ്യത്തുൽ ഉലമ KJU എന്ന പേരിൽ ആ സംഘടന പുനഃസംഘടിപ്പിക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ബിദ്അത്തിന്റെ ആശയങ്ങൾ ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട KJU എന്ന് പറയുന്ന ആ സംഘടനയുടെ ആഭിമുഖ്യത്തിലായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും അതിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ചു പോകാതിരിക്കാനും ഇവരുണ്ടാക്കിയ പുതിയ സംഘടനയിൽ പെട്ടുപോകാതെ അവരുടെ ആ ആശയത്തിലേക്ക് ജനങ്ങൾ പോകാതിരിക്കാനും അന്നുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ആലോചിക്കുകയും വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന രൂപീകരിക്കപ്പെടുകയാണ്. ഞാൻ സമസ്തയുടെ ചരിത്രം പറയാനല്ല ഉദ്ദേശിക്കുന്നത്. സമസ്തയുടെ ആദർശം എന്ന വിഷയമാണല്ലോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന്റെ ആമുഖം മാത്രം പറഞ്ഞു എന്ന് മാത്രം. അന്ന്
നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് വഹാബികൾ പ്രചരിപ്പിച്ചതും അവർ സംഘടന ഉണ്ടാക്കിയതുമെല്ലാം കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവർ തൗഹീദിലല്ല ഇപ്പോൾ ഉള്ളത്. ശിർക്കൻ വിശ്വാസത്തിലാണ് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൗഹീദില്ലാത്ത മുശ്രിക്കുകളാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് തന്നെ അവരെ തൗഹീദിലേക്ക് മടക്കിക്കൊണ്ടുവരാ എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കിയത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ ആശയത്തിനെതിരെ, അവരുടെ പുതിയ തൗഹീദിനെതിരെ പ്രവർത്തിക്കാനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയങ്ങളും ആദർശങ്ങളും, എന്താണ് യഥാർത്ഥ തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇതിനു വേണ്ടിയാണ് സമസ്ത ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതാനും ചില കാര്യങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. സമസ്തയുടെ ചരിത്രങ്ങളും നമ്മുടെ മഹാന്മാരായ നേതാക്കളെ ചരിത്രങ്ങളൊക്കെ നിങ്ങളൊക്കെ പഠിച്ചവരും കേട്ടവരും മനസ്സിലാക്കിയവരുമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സമസ്തയുടെ ആളുകൾക്ക് തൗഹീദില്ല, സമസ്തക്കാർ ശിർക്കിലാണ് എന്നൊക്കെയാണല്ലോ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പൊതുവെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഇരിക്കുന്ന നമ്മളാരും തൗഹീദില്ലാത്തവരാണ് എന്നാണ് അവരുടെ അവകാശവാദം. ഏത് തൗഹീദ്? അവർ ഉണ്ടാക്കിയ, അവർ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു തൗഹീദ്. ആ തൗഹീദാണ് യഥാർത്ഥത്തിൽ നമുക്കില്ലാത്തത്. അല്ലാതെ യഥാർത്ഥ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ തൗഹീദ്, ആ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ യഥാർത്ഥ തൗഹീദ് എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശരിയായ ആശയം എന്താണ് എന്ന് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു ചുരുങ്ങിയ നേരം മാത്രമാണ് ഞാൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കലിമത്തു തൗഹീദായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ കലിമത്ത് തൗഹീദിന്റെ ശരിയായ ആശയവും അതിന്റെ ശരിയായ അർത്ഥവും എന്താ? ചിലപ്പോ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ആരാധനക്കർഹനായവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹനായവൻ, ഇബാദത്തെടുക്കപ്പെടാൻ അർഹനായവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഇത് നമ്മൾ പൊതുവെ പറയുന്നതും കേൾക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതുമായൊരർത്ഥമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഒരു പൂർണ്ണമായ അർത്ഥം അതല്ല. ആരാധനക്ക് അർഹനായവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നത് അതിൽ ഉൾക്കൊള്ളുന്ന ആശയമാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു പരിപൂർണമായ അർത്ഥം അതുകൊണ്ട് വരുന്നില്ല. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട ഉസ്താദുമാർ ശരിക്കും ശ്രദ്ധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തൗഹീദിന്റെ മുദ്രാവാക്യമാണ്.
കലിമത്തു തൗഹീദ്. അതുകൊണ്ട് തന്നെ തൗഹീദ് എന്നതിന്റെ പൂർണ്ണമായ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വരുമ്പോൾ മാത്രമേ അത് പരിപൂർണമാവുകയുള്ളൂ. എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന തൗഹീദ് ഏതാണ്? അല്ലെങ്കിൽ സമസ്ത പഠിപ്പിക്കുന്ന തൗഹീദ് ഏതാണ്? ബിദഅകൾ പഠിപ്പിക്കുന്ന തൗഹീദ് എന്താ? തൗഹീദിന് വളരെ പ്രസിദ്ധമായ വളരെ മഷ്ഹൂറായ രണ്ട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു തന്ന പഠിപ്പിച്ച ഒരു വ്യാഖ്യാനം, അത്തൗഹീദു ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസുഹാ. ഇതൊരു വ്യാഖ്യാനമാണ്, ഇതൊരു നിർവചനമാണ്. രണ്ടാമത്തെ ഒരു നിർവചനം മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഒരു നിർവചനമുണ്ട്. അത്തൗഹീദു ഇഫ്റാദുൽ മഅബൂദി ബിൽ ഇബാദതി മഅ ഇഅ്തിഖാദി വഹ്ദതിഹി ദാതൻ വസിഫാതിൻ വഅഫ്ആല. ജൗഹറത്തു തൗഹീദിന്റെ പല വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഈ നിർവചനം നമുക്ക് കാണാൻ കഴിയും. ഇഫ്റാദുൽ മഅബൂദി ബിൽ ഇബാദ മഅ ഇഅ്തിഖാദി വഹ്ദതിഹി ദാതൻ വസിഫാതിൻ വഅഫ്ആല. ഇത് രണ്ട് വളരെ പ്രസിദ്ധമായ താരീഫാണ്, നിർവചനമാണ് തൗഹീദിന്റെ. ആദ്യം പറഞ്ഞത് മഹാനായ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ നിർവചനം, അത്തൗഹീദു ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, നമ്മളൊക്കെ മുവഹിദുകളാണ്. ലോകത്ത് ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരേ ഒരു മതമുള്ളൂ, അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ടാണ് മറ്റുള്ള എല്ലാ മതസ്ഥർക്കും ഇസ്ലാമിനോട് ഏറ്റവും വെറുപ്പ്. ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുന്ന മതം ലോകത്ത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുവഹിദുകളായ അതിന്റെ പ്രചാരകരായ നമ്മൾ തൗഹീദിന്റെ നിർവചനം ഒന്ന് കാണാതെ പറയാൻ കിട്ടുന്നില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സഖാഫികളായിരിക്കും, മദനികളായിരിക്കും, സാദികളും അഹ്സനികളും പല ബിരുദധാരികളുമാണ്. പക്ഷേ ചിലപ്പോൾ തൗഹീദിന്റെ ഒരു നിർവചനം പറയാൻ കാണാതെ പറയാൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ നാണക്കേടിന്റെ വേറെ വർത്തമാനം വല്ലതുണ്ടോ? അത്തൗഹീദു ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യതി വഖവാസിഹാ. രണ്ടാമത്തെ നിർവചനം ഞാൻ പറഞ്ഞത് ഇഫ്റാദുൽ മഅബൂദി ബിൽ ഇബാദതി മഅ ഇഅ്തിഖാദി വഹ്ദതിഹി ദാതൻ വസിഫാതിൻ വഅഫ്ആല. ഈ രണ്ട് നിർവചനവും തആറുദില്ല, വൈരുദ്ധ്യമില്ല. ഒന്നാമത്തെ തൗഹീദിന്റെ നിർവചനം ഒരൽപ്പം കൂടി ഞാൻ വിശദീകരിക്കുകയാണ്. അത്തൗഹീദു, ഞാനിത് പറയുന്നത് സമസ്ത പഠിപ്പിക്കുന്ന തൗഹീദ്. സമസ്തക്കാർക്ക് തൗഹീദില്ല എന്നാണല്ലോ വഹാബികളും മൗദൂദികളും തബ്ലീഗ് ജമാഅത്തുകാരും ഒക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സമസ്ത പഠിപ്പിക്കുന്ന തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അത്തൗഹീദു ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യ. ഉലൂഹിയ്യത്തിൽ അല്ലാഹുവിന് ശരീക്ക് ഇല്ല, കൂറുകാരില്ല എന്ന് വിശ്വസിക്കല. എന്താണ് ഉലൂഹിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മഹാനായ അബ്ദുൽ ഹക്കീം സയാലിക്കൂത്തി റഹിമഹുല്ലാഹ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, വഅറാദ ബിൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉജൂബൽ ഉജൂദ്, അസ്തിത്വം നിർബന്ധമായവൻ എന്ന അർത്ഥമാണ്. അസ്തിത്വം നിർബന്ധമായവൻ അല്ലാഹു മാത്രമാണ്. ഉണ്ടാവൽ നിർബന്ധമായവൻ അല്ലാഹു മാത്രമാണ്. അതാണ് ഉലൂഹിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉണ്ടായിരിക്കൽ നിർബന്ധമായവൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളതെല്ലാം മുംകിനാണ്, ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം എന്ന വിശേഷണമുള്ള വസ്തുക്കളാണ്. ഉണ്ടാകൽ നിർബന്ധമായത് അല്ലാഹു മാത്രമേ ഉള്ളൂ. അതാണ് ഉലൂഹിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
വഅറാദ ബിഖവാസിഹാ ഉലൂഹിയത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഉമൂറൽ മുതഫർരിയത അലൈഹി മിൻ കൗനിഹി ഖാലിഖൻ ലിൽ അജ്സാമി വമുദബ്ബിറൻ ലിൽ ആലമി വമുസ്തഹിഖൻ ലിൽ ഇബാദ. മൂന്ന് കാര്യങ്ങളാണ് ഉലൂഹിയത്തിന്റെ ഖവാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉലൂഹിയത്തിന്റെ ഖവാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് മിൻ കൗനിഹി ഖാലിഖൻ ലിൽ അജ്സാം, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുക എന്ന വിഷയം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു മാത്രമേ ഉള്ളൂ. അതിന്റെ ആ വിഷയത്തിൽ അല്ലാഹുവിന്റെ കൂടെ ഒരു കൂറുകാരനുമില്ല എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം വമുദബ്ബിറൻ ലിൽ ആലമി, ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നവൻ, മാനേജ് ചെയ്യുന്നവൻ, കൺട്രോൾ ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുക. തദ്ബീറുൽ ആലം, മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാൾ മുദബ്ബിറാണെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമാണ്, തൗഹീദിന് വിരുദ്ധമാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ ക്ലിപ്പ് കട്ട് ചെയ്യരുത്. മുദബ്ബിറുൽ ആലം അല്ലാഹു മാത്രമേ ഉള്ളൂ. അവന്റെ കൂടെ തദ്ബീറുൽ ആലം എന്ന വിഷയത്തിൽ ഒരു കൂറുകാരനുമില്ല. ഇത് തൗഹീദിന്റെ ഭാഗമാണ്. അതേസമയം തദ്ബീർ എന്ന് പറയുന്ന കാര്യം മറ്റൊരർത്ഥത്തിൽ അല്ലാഹു അല്ലാത്തവർക്കുമുണ്ട്. അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു നബിയെയോ ഒരു വലിയെയോ മുദബ്ബിറുൽ ആലം എന്ന് പറയാമോ? പറഞ്ഞുകൂടെ? ഇത് വലിയൊരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ, മുദബ്ബിറുൽ ആലം എന്ന വിഷയം. അല്ലാഹു മുദബ്ബിറുൽ ആലമാണ് മൂന്നർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ അല്ലാഹു മാത്രമേ മുദബ്ബിറാണ്. ഒന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, സ്വയം കഴിവുകൊണ്ട്, സ്വന്തം കഴിവുകൊണ്ട് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. രണ്ടാമത്തത് അലൽ ഇത്ലാഖ്, ഒരു പരിധിയുമില്ലാതെ ലോകമൊട്ടാകെ അലൽ ഇത്ലാഖ് നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. മൂന്നാമത് അവന്റെ മുകളിൽ ചോദ്യം ചെയ്യാൻ മറ്റൊരാളില്ല. അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരാളില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലാഹു അവൻ തദ്ബീർ ചെയ്തതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു മുദബ്ബിർ അവന്റെ മുകളിലില്ല. ഈ അർത്ഥത്തിലുള്ള മുദബ്ബിർ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഈ അർത്ഥത്തിലല്ലാതെ പരിമിതമായ ഒരു അർത്ഥത്തിൽ തദ്ബീറുൽ ആലം അല്ലാഹു അല്ലാത്തവർക്കുമുണ്ട്. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മലക്കുകളും അതുപോലെ തന്നെ ഔലിയാക്കളും സാക്ഷികളാണ് എന്ന് പറയുന്നു. അത് പരിമിതമായ അർത്ഥത്തിലാണ്. അലൽ ഇത്ലാഖ് തദ്ബീർ അവർക്കില്ല. അതുപോലെ സ്വന്തമായ കഴിവുകൊണ്ടുള്ള തദ്ബീർ അവർക്കില്ല. അവരുടെ മുകളിൽ അല്ലാഹു എന്ന മുദബ്ബിറുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ അല്ലാഹു ഉണ്ട്. അവരെ നിയന്ത്രിക്കാൻ അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നബിയെയോ ഒരു വലിയനെയോ മുദബ്ബിറാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി എടുക്കുന്ന, പണിയെടുക്കുന്ന ആളുകൾ മാത്രമാണ് എന്ന അർത്ഥത്തിലാണ് ഔലിയാക്കളെ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്. അല്ലാഹു മുദബ്ബിറുൽ ആലമാണെന്ന അർത്ഥത്തിലല്ല ഔലിയാക്കളെ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്. രണ്ടും രണ്ടർത്ഥത്തിലാണ്. ഇരിക്കട്ടെ. അപ്പോ തൗഹീദിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ശരിയായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത് ഉലൂഹിയത്തിൽ അസ്തിത്വം നിർബന്ധമാവുക എന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ കൂടെ ഒരു കൂറുകാരനുമില്ല.
ആ ഉലൂഹിയത്തിന്റെ 3 ഖവാസുകൾ: ഒന്ന്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുക; 2, ലോകത്തിന്റെ മുദബ്ബിറായിരിക്കുക; 3, മുസ്തഹിഖുൽ ലിൽ ഇബാദ, ആരാധനക്കർഹനാവുക, ആരാധനക്കർഹനായവനാവുക. ഇതാണ് അൽ ഉമൂറുൽ മുതഫർരിഅതു അലൈഹി. അപ്പൊ 4 കാര്യമാണ് തൗഹീദിന്റെ ഭാഗം. എന്താണ്? അസ്തിത്വം നിർബന്ധമായവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അല്ലാഹു മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ആരാധനക്കർഹനായവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പൂർണ്ണമായൊരു അർത്ഥം അസ്തിത്വം നിർബന്ധമായവനും ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചവനും ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നവനും ആരാധനക്കർഹനായവനും അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിന്റെ അർത്ഥം. നമ്മൾ സാധാരണ പറയുന്ന ആരാധനക്കർഹനായവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്നത് ഉലൂഹിയത്തിന്റെ 3 ഫർഅുകളുടെ കൂട്ടത്തിൽ ഒരു ഫർഅന്റെ അർത്ഥം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഅറാദ ബിൽ ഉലൂഹിയത്തി ഉജൂബൽ ഉജൂദ് വഅറാദ ബി ഖവാസിഹാ അൽ ഉമൂർ അൽ മുതഫദിയത അലൈഹി മിൻ കൗനിഹി ഖാലിഖൻ ലിൽ അജ്സാമി വമുദബ്ബിറൻ ലിൽ ആലമി വമുസ്തഹിഖൻ ലിൽ ഇബാദ. ആ അൽ ഉമൂർ അൽ മുതഫർരിയതു അലൈഹി എന്ന അതിൽ വരുന്ന 3ാമത്തെ കാര്യമാണ് ആരാധനക്കർഹനാവുക എന്നത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അസ്തിത്വം നിർബന്ധമായവനും ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചവനും ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നവനും ആരാധനക്കർഹനായവനും അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പറയുന്ന സാധാരണ പറയുന്ന അർത്ഥം ഒരു കാമിലായ അർത്ഥമല്ല, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്ന തൗഹീദ്. മറ്റൊരു നിർവചനം ഞാൻ പറഞ്ഞു, ജൗഹറത്തു തൗഹീദിന്റെ പല ഹാഷ്യകളിലും കാണാം. അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആയത്തിന്റെ വിശദീകരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ പല തഫ്സീറുകളിൽ കാണാം അല്ലാഹു ഒരുവനാണ്, ഐ ഫീ ദാതിഹി വസിഫാതിഹി വഅഫ്ആലിഹി എന്നൊക്കെ. അതാണ് ഇഫ്റാദുൽ മഅബൂദി ബിൽ ഇബാദത്തി ദാതൻ വസിഫാതിൻ വഅഫ്ആല എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ വ്യാഖ്യാനത്തിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് സമയക്കുറവ് കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഇരിക്കട്ടെ, തൗഹീദ് എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാണ് സമസ്തയും അഹ്ലുസുന്നയും പഠിപ്പിക്കുന്ന തൗഹീദ്. അതേസമയം സമസ്തയുടെ വിരോധികൾ, ബിദ്അത്തിന്റെ ആളുകൾ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, തൗഹീദ് എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ പറയും, പ്രാർത്ഥനക്കർഹനായവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. ഇതാണ് വഹാബികൾ പഠിപ്പിക്കുന്ന തൗഹീദ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥന മാത്രമല്ല അല്ലാഹുവിനോട്, പ്രാർത്ഥന അല്ലാത്ത നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്ത് ഒക്കെ ഇല്ലേ, ഇതൊക്കെ അല്ലാഹുവിനോട് മാത്രമല്ലേ. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് തൗഹീദിന്റെ മുതഫർരിയാത്ത് നേരത്തെ പറഞ്ഞ ഉലൂഹിയത്തിന്റെ ഫുറൂകളുടെ കൂട്ടത്തിൽ 3ാമത് പറഞ്ഞ മുസ്തഹിഖുൽ ലിൽ ഇബാദ എന്ന് പറഞ്ഞതിന്റെ ഒരു ജുസ് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. ഇതിനെയാണ് വഹാബികൾ ഇവിടെ ഏറ്റവും വലിയ തൗഹീദായി ആളുകളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഞങ്ങൾ പറയുന്നു പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥനയും അല്ലാത്തതുമായ സകലമാന ഇബാദത്തുകൾ അതിന്റെ മുസ്തഹിഖും അവകാശിയും അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യപ്പെടാൻ പാടുള്ളതല്ല. ഇത് നമ്മൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ ആശയമാണ്. ഇത് സമസ്ത ജനങ്ങളോട് പഠിപ്പിക്കുന്ന ആശയമാണ്. അല്ലാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല.
സമസ്തക്കാർ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കുന്നില്ല. പക്ഷേ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉസ്താദുമാർ ഇതിന്റെ നിർവചനം കൂടി മനസ്സിലാക്കണം. തൗഹീദിന്റെ നിർവചനം ഞാൻ പറഞ്ഞു. എന്താണ് ഇബാദത്ത്? ഭാഷാപരമായ അർത്ഥത്തിൽ ഉള്ള ഇബാദത്ത് എന്താണ്? സാങ്കേതിക അർത്ഥത്തിലുള്ള ഇബാദത്ത് എന്താ? ഭാഷാപരമായി ഇബാദത്തിന്റെ നിർവചനം ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത്തദല്ലുലു വൽ ഖുലൂഉ ബിത്തഖർറുബി ഇലൽ മഅബൂദി ബിഫിഇലി മാ അമർ. ഇതാണ് ഭാഷാപരമായ അർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഇമാം മുനാവി റഹിമഹുല്ലാഹ് ഫൈലുൽ ഖദീറിലും അത് ഉദ്ധരിക്കുന്നുണ്ട്. അത്തദല്ലുലു വൽ ഖുലൂഉ ബിത്തഖർറുബി ഇലൽ മഅബൂദ് ബിഫിഇലി മാ അമർ. ഇതാണ് ഇബാദത്ത്. വിനയം കാണിക്കുക, നിന്ദ്യത പ്രകടിപ്പിക്കുക, ബിത്തഖർറുബി ഇലൽ മഅബൂദി, താൻ ആരാധ്യനാണെന്ന്, മഅബൂദാണെന്ന്, ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ മുന്നിൽ വിനയവും നിന്ദ്യതയും പ്രകടിപ്പിക്കുക. ബിഫിഇലി മാ അമർ, ആ മഅബൂദ് കൽപ്പിച്ച സംഗതി ചെയ്യലുകൊണ്ട് ഒരു താൻ ആരാധ്യനാണെന്ന്, ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ മുന്നിൽ നിന്ദ്യത പ്രകടിപ്പിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയാ. ഉസ്താദുമാർ ഇബാദത്തിന്റെ നിർവചനം നോട്ട് ചെയ്യണം. എന്തിന്? ആളുകളെ ഇന്ന് പുത്തൻവാദികൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഗതികളും ഇബാദത്താക്കി മാറ്റി ഈ അഹ്ലുസുന്നയുടെ ആളുകളെ കാഫിറാക്കുന്ന വേണ്ടി ഇതിന്റെ നിർവചനങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനെ ചതിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോന്നിന്റെ നിർവചനം നന്നായി പഠിക്കണം. التذلل والخضوع بالتقرب الى المعبود بفعل ما امر. ഇമാം നവവി ശർഹുൽ മുഹദ്ദബിൽ ഉദ്ധരിച്ച തഅരീഫാണത്. ഇമാം മുനാവി ഫൈദുൽ ഖദീറിൽ ഉദ്ധരിച്ച നിർവചനമാണ്. അപ്പോൾ മഅബൂദാണെന്ന് വിശ്വസിക്കുന്ന, ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ മുന്നിൽ കാണിക്കുന്ന വിനയത്തിനും നിന്ദ്യതക്കും അതിന് മാത്രമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ തദല്ലുലും ഖുലൂം പലരുടെയും മുന്നിൽ പ്രകടിപ്പിക്കാറുണ്ട്. മാതാപിതാക്കളെ മുന്നിൽ വിനയം കാണിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി. ആ ദില്ലത്ത്, തദല്ലുൽ മാതാപിതാക്കളെ മുന്നിൽ പ്രകടിപ്പിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? എന്നാൽ ആ മാതാവിന്റെയും ഉമ്മാന്റെയും ബാപ്പാന്റെയും മുന്നിൽ കാണിക്കുന്ന ഈ തദല്ലുലും ഖുലൂം എന്തുകൊണ്ട് ഇബാദത്തായില്ല? ഒരു മകൻ ഉമ്മയോടും ബാപ്പയോടും വിനയം കാണിക്കുമ്പോൾ ഈ വിനയം കാണിക്കപ്പെടുന്ന ബാപ്പയും ഉമ്മയും എന്റെ മഅബൂദാണെന്ന് ഈ മകൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇബാദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നില്ല. ഒരു വലിയിന്റെ മുന്നിൽ തദല്ലുലും ഖുലൂഉം കാണിക്കുമ്പോൾ ആ വലി തന്റെ ആരാധ്യനാണെന്നോ ഇലാഹാണെന്നോ ഈ കാണിക്കുന്നവന്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ആ വലിയിനിക്ക് അത് ഇബാദത്തായി മാറുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് ഇരിക്കുമ്പോൾ കഅന്ന അലാ റൂസിഹിം അത്തയ്ർ, അവരെ തലന്റെ മുകളിൽ ഒരു പക്ഷി ഇരുന്നത് പോലെ സ്വഹാബത്ത് പറയുന്നത് കാണാം. പലരും ഞങ്ങൾ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് കണ്ണെടുത്തു നോക്കാറില്ല. അതിനുള്ള ധൈര്യം നമുക്കില്ല. അത്രക്കും വിനയത്തോടെ അച്ചടക്കത്തോടെ ഇരിക്കുന്നവരായിരുന്നു സ്വഹാബത്ത്. പക്ഷെ ആ വിനയങ്ങളൊന്നും ഇബാദത്തിന്റെ വ്യാപ്തിയിൽ വരാത്തത് എന്തുകൊണ്ട്? സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് മഅബൂദാണെന്നോ ഇലാഹാണെന്നോ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഇലാഹാണെന്നോ മഅബൂദാണെന്നോ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ മുന്നിൽ കാണിക്കുന്ന തദല്ലുലും ഖുലൂഉം മാത്രമേ ഇബാദത്താവുകയുള്ളൂ. ഇത് ഭാഷാപരമായ അർത്ഥത്തിലാണ്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങള്
അവരെ അസ്നാമുകള് അതൊക്കെ അവരുടെ ദൈവമാണെന്നും മഅബൂദാണെന്നും ഇലാഹാണെന്നും വിശ്വസിച്ചുകൊണ്ടായിരുന്നു അവർ കാണിച്ചിരുന്ന എല്ലാ സംഗതികളും. അതുകൊണ്ടാണ് അത് ഇബാദത്തായി മാറുന്നത്. അതേസമയം ഇബാദത്തിന് സാങ്കേതികമായൊരു അർത്ഥമുണ്ട്. ഇത് ഭാഷാപരമായ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇബാദത്തിന്റെ സാങ്കേതികമായ ഇസ്തിലാഹിയായ ഒരു അർത്ഥമുണ്ട്. അൽ ഇബാദത്തു മാ തുഖർരിബ ബിഹി ബിശർത്തി നിയ്യതി വമഅരിഫത്തിൽ മഅബൂദ്. ഭാഷാപരമായ ഇബാദത്തും ഇസ്തിലാഹിയായ ഇബാദത്തും തമ്മിലുള്ള വ്യത്യാസം മുഅല്ലിം ഉസ്താദുമാർ പഠിച്ചിരിക്കണം. ഭാഷാപരമായ അർത്ഥമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അത്തദല്ലുലു വൽ ഖുലൂഉ ബിത്തഖർറുബി ഇലൽ മഅബൂദി ബിഫീലി മാ അമർ എന്ന് പറഞ്ഞ നിർവചനം. ഇപ്പോൾ ഞാൻ പറയുന്നത് സാങ്കേതിക അർത്ഥത്തിലുള്ള നിർവചനമാണ്. അൽ ഇബാദത്തു മാ തുഖർരിബ ബിഹി ബിശർത്തി നിയ്യതി വമഅരിഫത്തിൽ മഅബൂദ്. രണ്ട് കൈതോടുകൂടിയുള്ള കാര്യത്തിനാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിലുള്ള ഇബാദത്ത് എന്ന് പറയുന്നത്. മാ തുഖർരിബ ബിഹി, ഒരു മനുഷ്യൻ ചെയ്യുന്ന തഖർറുബാത്തുകൾ അതൊക്കെ ഇബാദത്താകും. എപ്പോൾ? ബിശർത്തി നിയ്യ, നീയത്തിന്റെ ഷർത്തോടുകൂടി. നീയത്തുണ്ടായിരിക്കണം. ഈ ചെയ്യുന്ന സംഗതി നീയത്തോടു കൂടെയാണോ ചെയ്യുന്നത്? രണ്ടാമത് മഅരിഫത്തിൽ മഅബൂദ്. മഅരിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തസ്ദീഖാണ്. മഅബൂദാണെന്ന് വിശ്വസിക്കലോടുകൂടെ നീയത്തോടുകൂടി ചെയ്യുന്ന ഖുർബാത്തുകൾക്കാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിസ്കാരം, നീയത്ത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരം ഇബാദത്തിന്റെ ഗണത്തിൽപ്പെടുന്നു. നീയത്ത് നിർബന്ധമായ ഏതെല്ലാം ഇബാദത്തുകളുണ്ടോ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത്, സുന്നത്ത് നിസ്കാരങ്ങള്, അങ്ങനെ തുടങ്ങി നീയത്ത് നിർബന്ധമായ സംഗതികൾക്കാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത്. ദിക്റ് ചൊല്ലുമ്പോ നീയത്ത്, പ്രത്യേക ഒരു നീയത്ത് വെക്കേണ്ട ആവശ്യമില്ല. സ്വലാത്ത് ചൊല്ലുമ്പോ പ്രത്യേക നീയത്തിന്റെ ഷർത്തില്ല. ബാങ്ക് വിളിക്കുമ്പോ നീയത്തില്ല. ഖുർആൻ ഓതുമ്പോ നീയത്തില്ല. നീയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സൈസിന്റെ നീയത്തുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് ഹദീസ് മുസ്തഫിള മശൂറാണ്. ഈ നീയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നീയത്ത് രണ്ട് അർത്ഥത്തിൽ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തിൽ രണ്ട് ശിക്കുണ്ട്. എന്താണത്? നീയത്ത് എന്ന് പറഞ്ഞാൽ തമ്മീസുൽ ഇബാദാത്തി ബഅളിഹാ അൻ ബഅളിൻ വ തമ്മീസുൽ ഇബാദാത്തി അനിൽ ആദാ. ഈ രണ്ട് അർത്ഥത്തിൽ ആദ്യം പറഞ്ഞ ഒരംശമാണ് നീയത്തിന്റെ. രണ്ടർത്ഥത്തിൽ വരും. തമ്മീസുൽ ഇബാദാത്തി അൻ ബഅളിഹാ അൻ ബഅദ്. ഉദാഹരണത്തിന് ളുഹർ നിസ്കാരവും 4 റക്അത്താണ്, അസ്ർ നിസ്കാരവും 4 റക്അത്താണ്. രണ്ടിലും ഫാത്തിഹ ഉദാഹരണമുണ്ട്. കർമ്മൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് അസ്റായി മറ്റൊന്ന് ളുഹറായി. എങ്ങനെ? നീയത്ത് കൊണ്ടാണ്. തമ്മീസുൽ ഇബാദാത്തി ബഅളിഹാ അൻ ബഅദ്. നീയത്ത് കൊണ്ടാണ് അത് ളുഹറായത്, നീയത്ത് കൊണ്ടാണ് മറ്റൊന്ന് അസ്റായത്. അതുപോലെ തമ്മീസുൽ ഇബാദാത്തി അനിൽ ആദാത്, ഈ അർത്ഥത്തിലും നിയ്യത്ത് വരും. ഉദാഹരണത്തിന് കുളിക്കുന്നത്, നമ്മൾ വിയർത്താൽ കുളിക്കും. സാധാരണ ഒരു തനല്ലുഫിന് വേണ്ടിയും അതുപോലെ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയൊക്കെ കുളിക്കും. ആ കുളിയും ജനാബത്ത് കുളിയും തമ്മിൽ വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ട്? നിയ്യത്ത് കൊണ്ടാണ്. തമ്മീസുൽ ഇബാദാത്തി അനിൽ ആദാത്, ഈ അർത്ഥത്തിൽ നിയ്യത്ത് വരും. ഈ അർത്ഥത്തിലുള്ള നിയ്യത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു നിയ്യത്ത് തമ്മീസുൽ ഇബാദത്ത്, തമ്മീസുൽ ഇബാദത്തി ബിൽ തമീസുൽ മഖ്സൂദി ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ടുള്ള മഖ്സൂദിനെ വേർതിരിക്കാൻ അഥവാ ഇഖ്ലാസ് എന്ന അർത്ഥത്തിൽ നിയ്യത്ത് വരും. അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക, ഈ അർത്ഥത്തിലും നിയ്യത്ത് വരും. അതാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നതിൽ ഈ രണ്ടുള്ള നിലക്കുള്ള നിയ്യത്തും ഉൾപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ഫുഖഹാ നിയ്യത്ത് നിർബന്ധമാണ് എന്നതിന് ഈ ഹദീസ് തെളിവായി ഉദ്ധരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് നിർബന്ധമുള്ള കർമ്മങ്ങൾക്കാണ്.
നീയത്ത് നിർബന്ധമില്ലാത്ത ഖുർആനോത്തോ ബാങ്ക് ഇഖാമത്ത് ദിക്റ് സ്വലാത്ത് അത് ഇസ്തിലാഹിയായ അർത്ഥത്തിലുള്ള ഇബാദത്ത് അല്ല, അത് ഭാഷാപരമായ അർത്ഥത്തിലുള്ള ഇബാദത്താണ്. അതുപോലെ സാങ്കേതിക അർത്ഥത്തിൽ അതിന് ഖുർബത്ത് എന്നാണ് പറയുന്നത്. കാരണം ഖുർബത്ത് എന്ന് പറഞ്ഞാൽ മാ തുഖുർരിബ ബിഹി ബിശർത്തി മഅരിഫത്തിൽ മഅബൂദ്, ഇതാണ് ഖുർബത്തിന്റെ നിർവചനം. ഖുർബത്ത് ഖുർബത്ത് എന്നൊക്കെ പറയില്ലേ നമ്മൾ നദറിന്റെ ബാബില് ഫത്ഹുൽ മൈൻ നോക്കിയാൽ കാണാം നദർ ഇൽതിസാമു മുകല്ലഫിൻ ഖുർബത്തൻ ലം തതഅയ്യൻ എന്ന് നമ്മളൊക്കെ ഫത്ഹുൽ മൈനിൽ നദറിന്റെ താരീഫ് പഠിച്ചിട്ടുണ്ടല്ലോ. ആ നദർ ഖുർബത്ത് എന്നൊക്കെ പറഞ്ഞാൽ മാ തുഖുർരിബ ബിഹി ബിശർത്തി മഅരിഫത്തിൽ മഅബൂദ്, അതിനാണ് ഖുർബത്ത് എന്ന് പറയാ. അപ്പോൾ സാങ്കേതിക അർത്ഥത്തിലുള്ള ഖുർബത്തും അതുപോലെ ഭാഷാർത്ഥത്തിലുള്ള ഇബാദത്തും രണ്ടും ഒന്നാ. എന്റെ ഉസ്താദുമാർ പ്രത്യേകമായി മനസ്സിലാക്കണം, ഭാഷാർത്ഥത്തിലുള്ള ഇബാദത്തും സാങ്കേതികമായ ഇസ്തിലാഹിയായ അർത്ഥത്തിലുള്ള ഖുർബത്തും രണ്ടും ഒന്നാണ്. കാരണം രണ്ടിലും മാരിഫത്തുൽ മഅബൂദ് ഷർത്താണ്, മാരിഫത്തുൽ മഅബൂദ് ഷർത്താണ്. അപ്പൊ അതുകൊണ്ട് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ഹദീസുമായി വഹാബി വരും. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അത് തന്നെയാണല്ലോ ഇബാദത്ത്. അപ്പൊ ദ്വാരക്കുമ്പോ നിയത്ത് വേണോ വേണ്ടല്ലോ? ആ ദ്വാനെ പറ്റിയല്ലേ ഇബാദത്ത് എന്ന് പറഞ്ഞത്. അത് സാങ്കേതിക അർത്ഥത്തിലുള്ള ഇബാദത്തല്ല, ഭാഷാപരമായ അർത്ഥത്തിലുള്ള ഇബാദത്താണ്. കാരണം മഅബൂദ് താൻ മഅബൂദാണെന്ന് വിശ്വസിക്കുന്ന ആളോട് ചോദിക്കുന്ന ആ തേട്ടത്തിനാണ് സാങ്കേതികമായ അർത്ഥത്തിൽ എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ശറഇൽ ദുആ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് എന്താണ് തൗഹീദ്, എന്താണ് ഇബാദത്ത്, എന്താണ് ഖുർബത്ത്. ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമ്മുടെ മുൻഗാമികളായ അയിമ്മത്ത് പഠിപ്പിച്ച അതേ രീതിയിലാണ് അന്നും ഇന്നും എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളാരും ഒരു തൗഹീദിന് ഒരു പുതിയ നിർവചനം നമ്മളാരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്താണോ ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, എന്താണോ ഇമാം നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, എന്താണോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, അത് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെയുള്ള ആളുകളോട് പൊതുജനങ്ങളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതൊരു സംഘടനക്ക്, ഏത് പുത്തൻവാദികൾക്ക് വിരുദ്ധമായിട്ടാണോ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്, ആ പുത്തൻവാദികൾ പഠിപ്പിക്കുന്ന നിർവചനങ്ങളും അവർ പഠിപ്പിക്കുന്ന തൗഹീദും അവർ പഠിപ്പിക്കുന്ന ഇബാദത്തെല്ലാം അത് പുതിയതായി ഉണ്ടാക്കപ്പെട്ട, അല്ലെങ്കിൽ ഈജിപ്തിലെ ത്രിമൂർത്തികൾ എന്ന് പറയപ്പെടുന്ന 3 സാധനങ്ങളുണ്ട്. ഈജിപ്തിലെ 3 സാധനങ്ങൾ, ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി, 2 മുഹമ്മദ് അബ്ദു, മൂന്നാമത്തേതാണ് റഷീദ് റിള. ഈ 3 ആളുകൾ ക്രിയേറ്റ് ചെയ്ത നിർവചനങ്ങളാണ്. അതിന് മുമ്പ് വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഇബ്നു അബ്ദുൽ വഹാബ് പോലും ഇവരുണ്ടാക്കിയ ഈ കേരള വഹാബികൾ എന്ന് പഠിപ്പിക്കുന്ന ആ നിർവചനങ്ങളൊന്നും ഇബ്നു അബ്ദുൽ വഹാബ് പോലും പഠിപ്പിക്കാത്തതാ. അപ്പോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്താണോ മുൻഗാമികളായ അയിമ്മത്ത് നമുക്ക് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണ് എന്താണോ പഠിപ്പിച്ചത്, അത് അതേ രീതിയിൽ ആ തനതായ രൂപത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നമുക്ക് ചോദിക്കാം, അവർ തൗഹീദിന് നിർവചനം പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, ഇതാണ് തൗഹീദ്. തൗഹീദ് ചോദിച്ചാലും മറുപടി തന്നെ, ദുആന്റെ നിർവചനം ചോദിച്ചാലും അതന്നെ, എന്ത് ചോദിച്ചാലും ഒരേ മറുപടി. അപ്പോ നിങ്ങൾ പറയുന്ന ഈ തൗഹീദിന്റെ പുതിയ നിർവചനം ഏത് ഇമാമിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ വല്ലവനും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്നേ വരെ അവരുണ്ടാക്കിയ ആ നിർവചനം കാണിച്ചു തരാൻ ഈ നിമിഷം വരെ വഹാബികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ്യത്തി വഖവാസിഹാ وأراد بالألوهية الأمور المتفرعة عليه من كونه خالقا للأجسام ومدبرا للعالم ومستحقا للعبادة ഇതാണ് തൗഹീദ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം ഇമാം നവവി ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്ന് ഉദ്ധരിച്ച നിർവചനമാണ് ഞാൻ പറഞ്ഞത്. التذلل والخضوع بالتقرب الى المعبود بفعل ما امر. ഇതാണ് ഭാഷാപരമായ അർത്ഥത്തിൽ ഇബാദത്തിന്റെ നിർവചനം. സാങ്കേതികമായ അർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബാദത്തു മാ തുഅബ്ബിദ ബിഹി അല്ലെങ്കിൽ മാ തുഖറിബ ബിഹി ബിശർത്തിൻ നിയ്യതി വമഅരിഫത്തിൽ മഅബൂദ്. ഇതാണ് സാങ്കേതികമായ അർത്ഥത്തിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഖുർബത്ത് എന്ന് പറഞ്ഞാൽ മാ തുഖറിബ ബിഹി ബിശർത്തി മഅരിഫത്തിൽ മഅബൂദ്. ഇതാണ് ഖുർബത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സാങ്കേതികാർത്ഥത്തിലുള്ള ഖുർബത്തും ഭാഷാപരമായ ഇബാദത്തും രണ്ടും ഒന്നാണ്. ഇബാദത്തും ഖുർബത്തും തമ്മിലുള്ള വ്യത്യാസം സാങ്കേതികമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ ആം അഖസ് മുത്ലഖാണ് തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർവചനങ്ങൾ ശരിക്കും നന്നായി മനസ്സിലാക്കുകയും പൊതുജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ഈ വ്യത്യാസങ്ങളും ഈ കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുക. അല്ലെങ്കിൽ ഞാന് കഴിഞ്ഞ വർഷം സൗദി ജുബൈലിൽ പോയപ്പോ KCF-ന്റെ പ്രവർത്തകന്മാർക്ക് ഒരു ആശയ ക്ലാസ് എടുത്തു. ഞാൻ അവർക്ക് പലതും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. ബോർഡിൽ എഴുതി കാണിച്ച് എഴുതി പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതിന്റെ ശേഷം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പല നമ്മളെ ചെറുപ്പക്കാരെ ചേർത്തിട്ട് വഹാബികൾ അതിൽ കടന്നുകൂടി നമ്മുടെ ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. ആ സമയത്ത് ഈ ക്ലാസ്സിൽ ഹാജരായ ഒരു ചെറുപ്പക്കാരൻ ഈ നിർവചനങ്ങളെല്ലാം നന്നായി പഠിച്ച് എഴുതി പഠിച്ച് അവരോട് ഓരോന്ന് ചോദിക്കുമ്പോ പിന്നീട് മൗലവി ഇങ്ങോട്ട് കടന്നു വരുന്നില്ല. കാരണം ഈ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം എന്ന് ബോധ്യപ്പെടുമ്പോ പിന്നെ സംസാരിക്കാൻ വഹാബികൾ ഇങ്ങോട്ട് വരൂല. വിവരമില്ലാത്ത പഠിക്കാത്ത ആളുകളെ മുന്നിൽ മാത്രമേ അവരിങ്ങനെ ആയത്തോതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആയത്തോതുമ്പോ ആദ്യം എന്താണ് തൗഹീദ്, ഇതിന്റെ നിർവചനം ഒന്ന് പറയും. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താ? ദുആ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താ? ഓരോന്ന് ചോദിക്കുമ്പോഴാണ് വഹാബിമല്ലേ അവിടുന്ന് തടി സലാമത്താക്കുന്നത്. അതുകൊണ്ട് അവസാനമായി ദുആഇന്റെ നിർവചനം കൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. തൗഹീദിന്റെ നിർവചനം പറഞ്ഞു, ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞു. ദുആ എന്താണ്? ദുആ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുനാവി ഫൈദുൽ ഖരീദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നൈസാബൂരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു ശഅ്നു ദുആ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് ദുആ? പ്രാർത്ഥന 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു അൽ ഇനായത വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊനത. ഇതിനാണ് പ്രാർത്ഥന എന്ന് ഇസ്ലാമിലെ സാങ്കേതിക അർത്ഥത്തിൽ പറയാ. ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരു അടിമ താൻ റബ്ബാണെന്നും ദൈവമാണെന്നും ഇലാഹാണെന്നും വിശ്വസിക്കുന്നവനോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഇസ്ലാമിലെ സാങ്കേതിക അർത്ഥത്തിൽ ദുആ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്നു. എങ്ങനെ? അള്ളാഹു ഇലാഹാണ്, ദൈവമാണെന്ന് വിശ്വാസത്തിൽ. അതുകൊണ്ട് തന്നെ സാങ്കേതികാർത്ഥത്തിൽ അത് ദുആയാണ്. മക്കയിലെ മുശ്രിക്കുകൾ വിഗ്രഹങ്ങൾ ദൈവമാണെന്ന് വിശ്വാസം കൊണ്ട് ചോദിച്ചു. അതുകൊണ്ട് തന്നെ സാങ്കേതികാർത്ഥത്തിൽ അത് ദുആയാണ്. ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലുഹു അൽ ഇനായ വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊന. ഒരു ശക്തിയെ സംബന്ധിച്ച് ഇലാഹാണെന്നും ദൈവമാണെന്നും വിശ്വാസത്തോടുകൂടി ചോദിക്കുന്ന തേടുന്ന തേട്ടത്തിനാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ പ്രാർത്ഥന, ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കറിയാം പരിശുദ്ധമായ ഖുർആൻ
അഭിമന്യരായ ഖുദ്വത്ത് സാദാത്ത് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുബ്ബോൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ശ്രദ്ധിക്കുക, ദക്ഷിണ കന്നഡ, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നീ ജില്ലകളിലെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി എന്നിവർ സ്റ്റേജിലേക്ക് വരണമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാമിലെ സാങ്കേതിക അർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരാള് താൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന, ഇലാഹാണെന്ന് വിശ്വസിക്കുന്ന ഒരാളോട് ചോദിക്കുന്ന, തേടുന്ന തേട്ടത്തിനാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ എന്ന് പറയുന്നത്. അല്ലാത്തതിനെ പ്രാർത്ഥന എന്ന് പറയില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ദുആരക്കുന്ന ഒരു ദുആയുണ്ട്, ലാ തുആഖിദ്നാ ബിമാ നസീനാ. അല്ലാഹുവേ, ഞങ്ങൾ മറന്നു വല്ലതും ചെയ്താൽ ഇനി ശിക്ഷിക്കല്ല അല്ലാഹ്. ഇത് ദുആ, സാങ്കേതികാർത്ഥത്തിൽ പ്രാർത്ഥനയാണ്. കാരണം അല്ലാഹുവിനോടാണ് ചോദിക്കുന്നത്. എന്നാൽ സൂറത്തുൽ കഹ്ഫ് ഒന്ന് മറിച്ചു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലാ തുആഖിനി ബിമാ നസീതു, ഞാൻ മറന്നു ചെയ്തതുകൊണ്ട് എന്നെ ശിക്ഷിക്കരുതേ. രണ്ടും ഒരേ പദമാണ്. ഞങ്ങൾ മറന്നു ചെയ്തതുകൊണ്ട് നീ ശിക്ഷിക്കല്ല എന്ന് അള്ളാഹുവിനോട് പറയുന്നത് പ്രാർത്ഥനയാകുന്നു, ദുആയാകുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ ലാ തുആഖിദ്നി ബിമാ നസീതു എന്ന് പറഞ്ഞത് സാങ്കേതികാർത്ഥത്തിൽ ദുആയല്ല. എന്തുകൊണ്ട്? ഒന്ന് ജമ്മു മറ്റൊന്ന് മുഫ്രദായി എന്നതാണോ വ്യത്യാസം? അല്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖദർ നബിയെ സംബന്ധിച്ച് ഇലാഹാണെന്നോ ദൈവമാണെന്നോ വിശ്വാസത്തിലല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ അത് ദുആയല്ല. ലാ തുആഖിദ്നാ ബിമാ നസീനാ എന്ന് പറയുന്നത് അല്ലാഹുവാണ്, ഇലാഹാണെന്ന വിശ്വാസത്തോടുകൂടെയാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥനയുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പഠിപ്പിക്കുന്ന, സാങ്കേതികാർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ദുആ എന്താണ്, ഇബാദത്ത് എന്താണ്, തൗഹീദ് എന്താണ്, ഇത് നന്നായി നമ്മൾ പഠിക്കുകയും ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം വിശദമായി പഠിക്കാനും മനസ്സിലാക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇത്തരം ആശയങ്ങൾ പൊതുസമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനും മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ ഒരുങ്ങണമെന്ന് ഈ സമയത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മഹത്തായ മുഅല്ലിം പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാന്മാരായ സാദാതീങ്ങൾ, അസാതീദീങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ഉസ്താദുമാർ, മഹാന്മാരായ നേതാക്കൾ, അവരെല്ലാവരുടെയും ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെ ഖബറുകൾ അല്ലാഹു തആല സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ ഒരുപാട് പ്രയാസങ്ങളും ഈ രംഗത്ത്, ഈ തഅലീമിന്റെ, ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ മേഖലയിൽ ചെറിയ ശമ്പളത്തിന് ഒരു 10-12 അല്ലെങ്കിൽ 15ന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഈ ശമ്പളത്തിന്, ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ്. ഇതെല്ലാം ജോലി ചെയ്യുന്നത് മറ്റ് പണികൾ അറിയാത്തത് കൊണ്ടോ മറ്റ് മേഖലയിലേക്ക് പോകാൻ വഴിയില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല. പഠിച്ച ഇൽമ സമുദായത്തിന് എത്തിച്ചു കൊടുക്കണം. പ്രയാസങ്ങൾ ഉണ്ടായാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ ദീന് ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണമെന്നുള്ള ആ ഒറ്റ ബോധത്തിൽ മാത്രമാണ് മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ ഈ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്ത് ഈ രംഗത്ത് നിലനിൽക്കുന്നത്. അല്ലാഹുവേ, നമ്മുടെ മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരുടെ മഈശത്തിന്റെ കാര്യങ്ങളെല്ലാം നീ മെച്ചപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ.
അല്ലാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ് ഏറ്റി തരുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.